ഇതാണ് പെൺകുട്ടി. ഇങ്ങന്നോളൂ. രാധ ഈ കവിത എഴുതുന്നു പറഞ്ഞ? അതെ. എത്ര വരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ഒരു ദിവസം എത്ര കവിത എഴുതും? അങ്ങനെയൊന്നുമില്ല. പേനയും പേപ്പറും ഒത്തുകിട്ടുകയാണെങ്കിൽ ഒരു 10-20 എണ്ണം വരെ എഴുതും. എന്താ ജന്മനക്ഷത്രം? കാർത്തിക. കാർത്തിക. ശോഭയ്ക്കും രാധാകൃഷ്ണനും എങ്ങനെ? പെണ്ണിനെ പിടിച്ചോ? അമ്മ തന്നുവിട്ടതാ. കുട്ടിയെ ഇഷ്ടയച്ച കുട്ടിക്ക് തരാൻ വേണ്ടി. അമ്മയ്ക്ക് കാണാൻ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി തന്നുവിടണം. അല്ല, അത് കൈ നീട്ടി കൊടുക്കൂട്ടി. നാത്തൂന് ആദ്യമായിട്ട് തരണ സമ്മാനല്ലേ? ഓരെന്താ ഈ കാട്ടണേ? എടുത്തു വിട. വല്യമ്മ എല്ലാം കണ്ടോണ്ട് മിണ്ടായിരിക്കണ കണ്ടില്ലേ? കുട്ടി മിണ്ടാണ്ട് ഇവിടെ നിന്നാ മതി. നമ്മള് മൂത്ത കുട്ടിയുടെ മംഗല്യാണ്. അത് നിശ്ചയിച്ചോ? ആ ഭർത്താവ് മരിച്ച കുട്ടിയുടെ? ഉത്തരേ, ഇങ്ങോട്ട് വരിക. അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ തിരുമേനി പറഞ്ഞു വരുന്നത്, ശിവൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറിയ ആദ്യത്തെ അവന്റെ ഭാര്യ ഈ കുട്ടിയെ ഇറക്കി വിടാന്നുള്ളതല്ലേ? നിങ്ങളുടെ സമുദായത്തിൽ ഒരാൾക്ക് 2-3 മേള് കഴിക്കാമല്ലോ. മുതലും പണമുള്ള അത്തരം നമ്പൂതിരിമാർ വല്ലയിടത്തും ഉണ്ടോന്ന് അന്വേഷിക്കായിരുന്നില്ലേ? കുട്ടി പൊക്കോളൂ. നോക്കട്ടെ. നന്നായിരിക്കണം. ഒക്കെ നല്ലത് തന്നെ എടുത്തേ. പക്ഷെ ഈ അമ്മാവനെ എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചിട്ടാ. അപ്പോ ശിവൻകുട്ടി വരുമ്പോ പറഞ്ഞേക്കൂ, സൗകര്യം ഒത്തുകിട്ടേ ഒന്ന് വീട്ടിലെത്താൻ വരാൻ. വരട്ടെ. ശരി, ഇറങ്ങുക. കുട്ടി എവിടേക്കാ? ട്യൂഷൻ എടുക്കാൻ പോവാ. നോക്കൂ, കുട്ടിയെ അവർക്ക് നന്നായി ബോധിച്ചിരിക്കണോ? അല്ല, എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്ക? അത്രയ്ക്ക് ഉഗ്ര അഭിപ്രായല്ലേ ആ തടിയൻ അമ്മാവനോട് ഞാൻ തട്ടിവിട്ടത്. ഭയങ്കര ബുദ്ധിയാണ്, ഭക്തിയാണ്, കവയിത്രിയാണ്. ഇതിനൊക്കെ ചെലവേണ് കേട്ടോ. അപ്പുവേട്ടൻ എന്ത് വെളിവുകേടാ അവരോട് കാട്ടിയത്? ശിവൻകുട്ടി സാർ രാധേടത്തിന്റെ മംഗലം കഴിക്കാൻ പോണെന്ന് ഇങ്ങോട്ട് ആരാ പറഞ്ഞേ? പിന്നെ ആരെ? ഉത്തരേടത്തിയെ. രാധേടത്തിയെയും ശിവൻകുട്ടി സാറിനെയും ചേർത്ത് ഓഫീസ് പഠിക്കൽ സംസാരമുണ്ടെന്ന് പിറ്റേന്ന് ഈ നിൽക്കുന്ന വലിയമ്മയോട് പറഞ്ഞതാ. രാധേടത്തിയല്ല, ഉത്തരേടത്തിയാ ശിവൻകുട്ടി സാറിന് മംഗലം കഴിക്കാൻ മോഹമെന്ന്. ശിവൻകുട്ടി സാറ് വല്യമ്മാമയോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പറയുക മാത്രമല്ല, എനിക്ക് ഉറപ്പും തന്നു. ആരോട് പറയാൻ? പറയും മുമ്പ് അവരങ്ങ് മോതിരം മാറ്റലും തീയതി നിശ്ചയിക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ശിവൻകുട്ടി സാറിനെങ്കിലും എന്നോടൊരു വാക്ക് പറയാനും. കേസെന്നും കോടതിയെന്നും വക്കീലെന്നും പറഞ്ഞ് 7 നേരം ഇവിടെ കയറി ഇറങ്ങി നടക്കണ എന്നോട് പുത്തൻ വേലിക്കാരി ഒന്ന് സൂചിപ്പിച്ചാൽ മാന ഒടിഞ്ഞു വീഴുന്ന തമ്പുരാട്ടിയും കരുതി. അത് പറഞ്ഞാൽ പിന്നെ എന്നെ ഇതിനിടയ്ക്കിട്ട് കുരങ്ങ് എളിപ്പിക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പുകുട്ട. ആ തമാശ ഒന്നുകൂടി കേട്ട് ചിരിക്കാനാവും. പറയാം. തമ്പുരാട്ടി എനിക്ക് മംഗലം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് ഞാൻ ശിവൻകുട്ടി സാറിനോട് പറഞ്ഞു. ആ കാര്യം തമ്പുരാട്ടിയോട് പറയാമെന്ന് സാർ എനിക്ക് വാക്കുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ അത് വെട്ടി തുറന്ന് എന്നോട് പറയാമായിരുന്നു. മുഖമടച്ചൊരാട്ട് തരാമായിരുന്നു. അതിന് പകരം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരു കോമാളിയാക്കി മാറ്റി. അടുത്ത കാലത്താണോ നിങ്ങൾ തമ്മിൽ മാറ്റക്കച്ചവടത്തിന്റെ വാക്കുറപ്പിച്ചത്? മാറ്റക്കച്ചവടം? പറയൂ, എന്നാണ് നിങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവാതിരയുടെ അന്ന്. അതിലും കൃത്യമായിട്ട് പറഞ്ഞാൽ തുലാമഴ പെയ്തു തുടങ്ങിയ ആ രാത്രിക്ക് ശേഷം. എന്തിനാ അപ്പുകുട്ടനായി ഒളിക്കുന്നത്? ഇത്രയുമൊക്കെ തമ്മിൽ പറഞ്ഞ സ്ഥിതിക്ക് ആ രാത്രിയുടെ വിശേഷം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ കേട്ടോളൂ. ക്ലാപ്പള്ളി തിരുമേനിയുടെ കൂടെ മാത്രമല്ല ഉത്തര കഴിഞ്ഞത്, ശിവൻകുട്ടിയുടെ കൂടെയും കഴിഞ്ഞു. 2 പുരുഷന്മാരുടെ കൂടെ കഴിഞ്ഞ കഥകൾ അറിഞ്ഞിട്ടും മൂന്നാമനാകാനുള്ള വിശാല മനസ്സ് അപ്പുകുട്ടൻ നായർക്കുണ്ടല്ലേ. നല്ലത്. നന്ദി. അതും
നാട്ടുകാരറിഞ്ഞു മംഗലം കഴിക്കാൻ. അനുഭവിച്ചു മതിയായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരുടെ മുമ്പിലും താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ മാത്രം ഞാൻ അതപ്പതിച്ചിട്ടില്ലെന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. എന്നെ വേൾക്കാൻ കാണിക്കുന്ന അപ്പുക്കുട്ടന്റെ ഈ സന്മനസിന്റെ പിന്നിൽ എന്താണാവും? അനുജത്തി രാധയെ കൂട്ടുകാരന് മംഗലം കഴിക്കാൻ തടസ്സം ഒഴിവാക്കി കൊടുക്കാനാണോ? അതോ ഇനിയും ഒരു പുതിയ ഊഴക്കാരൻ വരണത് വരെ നിങ്ങൾക്കും കൂടെ കഴിയാന്ന് കരുതി? നിർത്തമ്പരാട്ടി, എല്ലാവരെയും കാണുന്ന കണ്ണുകൊണ്ട് അപ്പുക്കുട്ടൻ നേരെ കാണരുത്. മറന്നു കാണും. ലാപ്പള്ളിയില്ലത്തെ ചാവാറായ കിഴവന്റെ മുറിയിൽ നിന്നും പാതിര കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന നിങ്ങളെ ഇടനാഴിയിലും വാതിൽപ്പടിയിലും വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആണും പെണ്ണും കെട്ട കിഴവൻ നമ്പൂരിയോടൊപ്പം വീർപ്പ് മുട്ടി കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ദേഹത്ത് അന്ന് ഞാനൊന്ന് തൊട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനും സമ്മതം മൂളിയത്. നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടെന്നല്ല, അന്നത്തെ നിങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അന്ന് ഞാനൊന്നും ചെയ്യാഞ്ഞത് ആ തിരുമേനിയെ പോലെ കഴിവ് കെട്ടവനായതുകൊണ്ടല്ല. എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അതൊന്നുമായിരുന്നില്ല. അതാർക്കും മനസ്സിലാവില്ല. ആർക്കും. വിധവയായ പാവ സ്ത്രീയെ നശിപ്പിച്ചിട്ട് അമ്മാവനെ കൊണ്ട് അനുജത്തിക്കുട്ടിക്ക് മംഗലം ആലോചിക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ ഇളയ കുട്ടിയെ വിട്ടു കളഞ്ഞത് പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച കുട്ടിയുടെ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ചാൾ അതിന്റെ മനസ്സിലാക്കിയതല്ലേ? നിർത്ത്. നിങ്ങൾ വലിയ വിശുദ്ധനാവണ്ട. അവരുടെ കേസ് നടത്താനും കോടതി പോകാനും ഇക്കാണിച്ച താല്പര്യങ്ങളൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ തന്നെ എന്നോട് ഒരിക്കൽ സമ്മതിച്ചതല്ലേ? അവരെ സ്വന്തമാക്കാനുള്ള സ്വാർത്ഥത. അത് നേരിട്ട് അവരോട് പറയാൻ ചങ്കുറപ്പില്ലാതെ പോയത് എന്റെ കുറ്റം അല്ലേ? അവരെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാന്ന് വാക്കുകൊടുത്ത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത്. അന്ന് ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല. എന്റെ തെറ്റ്, സമ്മതിച്ചു. പിന്നെ നിങ്ങളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല. 1.5 വർഷമായിട്ടുള്ള പരിചയം ഉണ്ടല്ലോ, സംസാരിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ. വേണ്ട, സ്കൂൾ കുട്ടികൾ ചെയ്യുന്നത് പോലെ പറയാനുള്ളതെല്ലാം എഴുതി പ്രേമലേഖനമാക്കി അവർക്ക് കൊടുക്കായിരുന്നല്ലോ. അതും ചെയ്തില്ല. സ്വന്തം ബലഹീനത മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അപ്പൂട്ട, ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. ഉത്തരയെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇക്കാര്യങ്ങളൊക്കെ തന്നോട് എങ്ങനെ പറയണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. താൻ എന്നെ വിശ്വസിക്കുക. സാറ് പറഞ്ഞത് സത്യ. എന്റെ കഴിവുകൾ ഒരു കാര്യസ്ഥന്റെ മകനായി വളർന്ന എനിക്ക് ഓച്ചാനിച്ചെന്നേ പരിചയമുള്ളൂ. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കും. മോളെ, അവരാ വഴിക്ക് ചിന്തിച്ചപ്പോ അത് തിരുത്താനുള്ള സാമർഥ്യം എനിക്കില്ലാണ്ട് പോയി. എന്റെ കുട്ടി വല്യമാമയെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വല്യമാമ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം വല്യമാമ സംസാരിക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നാളെ തന്നെ എന്റെ വീട്ടിൽ പോയി അമ്മാവനെ കണ്ട് നടന്നതെല്ലാം തുറന്നു പറയാം. അപ്പുകുട്ടനെയും കൂട്ടാം. എല്ലാം തമ്പുരാട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. തമ്പുരാട്ടി ശിവൻകുട്ടി സാറിന്റെ കൂടെ പോണം. ഇവിടത്തെ ഒരു ആശ്രിതന്റെ അപേക്ഷയാണ്. ഇല്ല, എനിക്കിനി ഈ ജന്മം മംഗലം വേണ്ടാന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാ. അത് ആള് മാറിപ്പോയതുകൊണ്ടോ മോതിരം ഇട്ടതുകൊണ്ടോ അല്ല. വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നമ്പൂരി സമുദായ നിയമം. അതൊക്കെ ഇപ്പോഴും മുഖവിലക്കെടുക്കണ ഒരു കടുംപിടുത്തക്കാരിയാണ് ഞാൻ. എന്നെ ഇനി നിർബന്ധിക്കരുത്. ഉത്തരേടത്ത് ഈ പറഞ്ഞതൊക്കെ സത്യമെന്ന് കരുതിയിരിക്കും എല്ലാവരും. ശിവേട്ടനും ഇതാണ് കണ്ണടിച്ച് വിശ്വസിച്ചു അല്ലേ? തെക്കിനും മച്ചുമേലും സർപ്പത്തറയിലും ഒക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എന്തെങ്കിലും ഉത്തരേടത്ത് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? സംസാരിച്ചും തർക്കിച്ചും നിൽക്കാതെ ഉത്തരേടത്തിന്റെ കൈപിടിച്ചിറങ്ങാൻ ശിവേട്ടന് ധൈര്യമുണ്ടോ? ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട അറിയാലോ. നിർത്തുകൂട്ടിയേ. ആരോടായി സംസാരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? മുതിർന്നവർ സംസാരിക്കുന്നവർ കടന്നു പോകരുത്. മുമ്പ് ഇതുപോലെ മുതിർന്ന ആൾക്കാരെടുത്ത തീരുമാനം കൊണ്ടാ ആ ചാവാറായി കിഴവൻ നമ്പൂരിയുടെ ഒപ്പം 1.5 വർഷക്കാലം നരച്ചു കഴിയേണ്ടി വന്നത്. അവരിതൊക്കെ ഉമ്മർത്തി സംസാരിച്ചപ്പോ വല്യമ്മയുടെ ഈ തൊണ്ടയൊക്കെ എവിടെ പോയി?
രാധയെടുത്തിന്നോ ഉത്തരടുത്തിന്നോ ഒന്നും വല്യമ്മയ്ക്കില്ല. ആരായാലും ഒരു ഭാരം ഒഴിച്ചു വിടുക, അത്ര തന്നെ.